ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 23ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോഡുകൾ നമ്മൾ പഠിച്ചു. അപ്പം നമ്മൾ റൂട്ടുകൾ പഠിച്ചു. അപ്പം ഇതിനകത്ത് നമുക്ക് ഓരോ റൂട്ടുകളിലും എളുപ്പത്തിൽ, അതായത് ഈസി ആയിട്ട് നമുക്ക് കോഡുകൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് വായിക്കാം എന്നുള്ള അതിൻ്റെ ഈസി ഫോർമാറ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സി മേജർ റൂട്ടിലെ കോഡുകൾ എങ്ങനെ, അതിൽ വരുന്ന ഫാമിലി കോഡ്സ് ഉണ്ട്, 7 കോഡുകളുണ്ട്. ആ 7 കോഡുകൾ നമുക്ക് എങ്ങനെ വായിക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, സി മേജർ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഈ സി മുതൽ ഈ സി വരെ വൈറ്റ് കീകൾ, ഫുൾ വൈറ്റ് കീസ് വരുന്നതാണ് സി. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, അപ്പോൾ എല്ലാവർക്കും അതറിയാം. അപ്പം ഇതിൽ വരുന്ന കോഡുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പം ഇതിൽ വരുന്ന 7 കോഡുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ നോട്ടുള്ള സി. അപ്പം ഇത് സി മേജർ. രണ്ടാമത്തേത് ഡി, ഡി മൈനർ, സി മേജർ, ഡി മൈനർ, ഇ മൈനർ, എഫ് മേജർ, ജി മേജർ, എ മൈനർ, ബി ഡിമിനിഷ്ഡ്. ഇങ്ങനെ 7 കോഡുകളാണ് വരുന്നത്. അപ്പം ഈ കോഡുകൾ എങ്ങനെ ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാം, നമുക്ക് പാട്ടുകളിലൊക്കെ വായിക്കുമ്പോൾ എങ്ങനെ ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ഒരു ഭാഗത്തിൽ നമ്മളൊരു 4 കോഡുകൾ എങ്ങനെ ഈസി ആയിട്ട് മാറാം എന്ന് നമുക്ക് നോക്കാം. സി മേജറിൽ നിന്ന് എങ്ങനെ ബാക്കി ഒരു 4 കോഡുകളിലേക്ക് മാറുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സി മേജർ. ഈ സി മേജർ സ്കെയിലിലെ ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് സി മേജർ. അപ്പം അതിൽ സി മേജർ കഴിഞ്ഞാൽ നമുക്ക് സി മേജറിൽ നിന്നും നമുക്ക് ഈ ജി എടുത്തു മാറ്റിയാൽ സി ഇ ജി, സി ഇ ജി, അതാണ് സി മേജർ. അപ്പം ഈ സി മേജറിൽ ജി എന്ന് പറയുന്ന നോട്ട് എടുത്തു മാറ്റി നേരെ എ എൽ ഞെക്കിയാൽ എ മൈനർ ആയിട്ട് മാറും. നമുക്ക് ഒരു വിരലിന്റെ വ്യത്യാസത്തിൽ, അതായത് സി മേജറിൽ നിന്ന് ഈ ജി എടുത്തു മാറ്റി എ എലോട്ട് കൊടുത്താൽ എ മൈനർ എന്ന് പറയുന്ന കോഡിലേക്ക് മാറും. ഇനി എ മൈനർ, ഇപ്പൊ എ മൈനറിൽ നിന്നുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഇ എടുത്തു മാറ്റി, അതായത് ഈ സി കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇ എന്ന് പറയുന്ന നോട്ട് എടുത്തു മാറ്റി സിയും എയും അവിടെ നിലനിർത്തിക്കൊണ്ട് ഇ എന്ന് പറയുന്ന നോട്ട് എടുത്തു മാറ്റി എഫ് എൽ കൊടുത്താൽ എഫ് മേജർ കോഡായിട്ട് മാറും. എഫ് മേജർ കോഡായി. അപ്പം എ മൈനറിൽ നിന്ന് എഫ് മേജറിലേക്ക് മാറി. അതായത് സി ഇ എ ആയിരുന്നു എ മൈനർ. അപ്പം അവിടെ നിന്ന് ഇ എന്ന് പറയുന്ന നോട്ട് എടുത്ത് മാറ്റി എഫ് എ കൊടുത്ത എഫ് മേജർ ആയിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ഈ സി എന്ന് പറയുന്ന നോട്ട് എടുത്ത് ഡി എൽ കൊടുത്താൽ ഡി മൈനർ നമുക്ക് ലഭിക്കും. അപ്പോൾ 4 കോഡുകൾ നമ്മൾ കണ്ടു. ഒന്നുകൂടെ പറഞ്ഞു തരാം. സി മേജർ, ഫസ്റ്റ് സി മേജറിൽ നിന്ന് ഈ സി മേജർ പിടിക്കുന്ന അതിലെ മൂന്നാമത്തെ നോട്ടുള്ള ജി എന്ന് പറയുന്ന നോട്ട് എടുത്ത് മാറ്റി എ എൽ കൊടുത്താൽ ആ നോട്ട് വേഗത്തിൽ എ മൈനറിലേക്ക് ഷിഫ്റ്റ് ആവുന്നതായിരിക്കും. ഇനി എ മൈനർ നിന്നുകൊണ്ട് ഈ ഇ എന്ന് പറയുന്ന നോട്ട് ഞെക്കി ഫിംഗർ എടുത്ത് നമ്മൾ എഫ് എ കൊടുത്താൽ എഫ് മേജറായിട്ട് മാറും. ഇനി ഈ സി എന്ന് പറയുന്ന നോട്ട് എടുത്ത് ഡി എൽ കൊടുത്താൽ ഡി മൈനറായിട്ട് മാറും. അപ്പം 4 കോഡ് നമ്മൾ സി മേജർ, എ മൈനർ, എഫ് മേജർ, ഡി മൈനർ, ഇങ്ങനെ 4 കോഡുകൾ നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞു. ഇനി ഒരു സെക്ഷനും കൂടെ ഉണ്ട്. അതും സി മേജറിൽ നിന്ന് ഒരു 3 കോഡും കൂടെ ഇനി മാറാനുണ്ട്. 4 കോഡും കൂടെ. 3 കോഡാണ്. സി മേജർ മെയിനായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മൊത്തത്തിൽ പറയുമ്പോൾ 4 കോഡ്, അല്ലെങ്കിൽ നമ്മൾ 3 കോഡ്. അപ്പോൾ വീണ്ടും നമ്മൾ സി മേജർ. ഇനി നമുക്ക് ഇ മൈനറും ജി മേജറും ബി ഡിമിനിഷ്ഡും നമുക്ക് വായിക്കണം. അപ്പം ഇനി സി മേജറിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ സി മേജറിൽ നിന്ന ശേഷം അതിൽ നിന്ന് ഈ സി എന്ന് പറയുന്ന നോട്ട് എടുത്ത് മാറ്റി ഇവിടെ ബി പിടിച്ചാൽ അത് ഇ മൈനറായിട്ട് മാറും. ഇനി ഇ മൈനറായി നിന്നുകൊണ്ട് നമ്മൾ ഈ
ഇ എന്ന് പറയുന്ന നോട്ട് എടുത്തു മാറ്റി ഡി എൽ കൊടുത്താൽ അത് ജി മേജറായിട്ട് മാറും. ജി മേജറായിട്ട് മാറും. പിന്നെ അതിൽ നിന്ന് ഈ ജി എടുത്തു മാറ്റി എഫ് എയിലോട്ട് കൊടുത്താൽ ബി ഡിമിനിഷ്ഡ് എന്ന് പറയുന്ന കോഡ് നമുക്ക് ബി ഡി എഫ് ആണ് ബി ഡിമിനിഷ്ഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ജി എന്ന് എടുത്ത് മാറ്റി എഫ് എ കൊടുത്താൽ ബി ഡിമിനിഷ്ഡ് ആയിട്ട് മാറും. അപ്പോൾ ആ ഭാഗം ഒന്നുകൂടെ പറഞ്ഞു തരാം. സി മേജർ എന്ന് സി എടുത്ത് മാറ്റി ഇവിടുത്തെ ബി എൽ കൊടുത്താൽ ഇ മൈനറിലേക്ക് മാറുന്നു. ഇനി ഈ എന്ന് പറയുന്ന നോട്ട് എടുത്ത് മാറ്റി നമ്മൾ ഡി എ കൊടുത്താൽ ജി മേജറിലേക്ക് മാറുന്നു. അതിനുശേഷം ഈ ജി എന്ന് പറയുന്ന നോട്ട് എടുത്ത് മാറ്റി എഫ് എ കൊടുത്താൽ ബി ഡിമിനിഷ്ഡ് കോഡ് ആയിട്ട് മാറും. ഇത് ഏത് റൂട്ടിലും നമുക്ക് ഇത് സാധിക്കുന്നതായിരിക്കും. എളുപ്പത്തിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് വായിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു നമ്പർ പാറ്റേൺ വെച്ച് നോക്കുവാണെങ്കിൽ 1 6 6 5 5 4, പിന്നെ 1 3 3 5 5 7. ഇങ്ങനെയായിരിക്കും അതിൻ്റെ പാറ്റേൺ പോകുന്നത്. അപ്പോൾ ആ ഫുൾ കോഡുകൾ ഞാൻ വായിച്ച് കാണിക്കാം. സി മേജർ, എ മൈനർ, എഫ് മേജർ, ഡി മൈനർ, വീണ്ടും സി മേജർ, ഇ മൈനർ, ജി മേജർ, ബി ഡിമിനിഷ്ഡ് കോഡ്. വളരെ എളുപ്പമാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ റൂട്ടിലെയും കോഡുകൾ ഈസി ആയിട്ട്, അതായത് നമുക്ക് ഫിംഗേഴ്സ് എടുത്ത് മാറ്റാതെ തന്നെ അടുത്തടുത്ത കോഡുകളിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ എളുപ്പമാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എന്ത് ആയിക്കോട്ടെ എന്തും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ വീഡിയോസിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ എത്തുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസിന് നിങ്ങൾ മാക്സിമം ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനെ ഫാമിലിക്കൊക്കെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ കണ്ട് കീബോർഡ് പഠിച്ച് അവർക്കും ഒരു കീബോർഡ് കരിയർ ആരംഭിക്കാനായിട്ട് സാധിക്കും. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.